വിയറ്റ്നാമിലെ ഹാലോങ് ബേയിൽ പ്രകൃതി അത്ഭുതങ്ങൾ ഉള്ളിലൊളിപ്പിച്ച നിഗൂഢമായ ഒരു സ്ഥലം. വിശ്വാസവും പുരാവൃത്തവും കടങ്കഥകളും കൗതുകങ്ങളും ഇഴപിരിയാനാവാത്ത വിധം കൂടിക്കുഴഞ്ഞ ഒരിടം. സ്വർഗീയ രാജധാനി താണിറങ്ങി ഭൂഗർഭത്തിൽ ഒളിച്ചതുപോലെയാണ് തിയൻ കുങ്. സ്വർഗീയ കൊട്ടാരമെന്നാണ് കടങ്കഥകളിൽ തിയൻ കുങ്ങിന്റെ വിളിപ്പേര്. വിയറ്റ്നാം വൻകരയിലെ ഹാർബറിൽ നിന്ന് കേവലം 4 കിലോമീറ്റർ ഹാലോങ് ബേയിലൂടെ സഞ്ചരിച്ചാൽ ഡൗഗോ ദ്വീപിന്റെ വടക്കേ കരയിലെത്താം. സമുദ്രനിരപ്പിൽ നിന്ന് 27 മീറ്റർ ഉയരത്തിലുള്ള ഡൗഗോയിൽ 90 പടവുകൾ കയറി വേണം ഗുഹാമുഖത്തെത്താൻ. ചുണ്ണാമ്പ് പാറകൾ നിറഞ്ഞ മലമുകളിൽ കാടിന്റെ മറവിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു തിയൻ കുങ് 1993 മീൻപിടുത്തക്കാർ കണ്ടെത്തുന്നതുവരെ. ഗുഹാമുഖം കടന്നെത്തുന്നത് സങ്കീർണമായ വഴികളിലൂടെ പ്രകൃതി തീർത്ത വിചിത്ര രൂപങ്ങളുടെ മഹാസമ്മേളനത്തിലേക്കാണ്. ഗുഹയുടെ അകത്തളത്തെ ഉയർന്ന മേലാപ്പുള്ള 3 വലിയ ചേംബറുകളിലായി തലകീഴായി കിടക്കുന്ന ശില്പരൂപങ്ങൾ, താഴെ നിന്ന് മുകളിലേക്ക് ധ്യാന നിമഗ്നമായി നിൽക്കുന്ന രീതിയിൽ മറ്റു കുറെ പ്രകൃതിദത്ത രൂപങ്ങൾ. നമ്മുടെ ആസ്വാദന രുചിക്ക് അനുസൃതമായി കഥകൾ മെനയാൻ പാകത്തിൽ പ്രകൃതി ഒരുക്കിയ ശില്പങ്ങൾ, വിവിധ വലിപ്പത്തിലും രൂപത്തിലും. പക്ഷി മൃഗാദി മത്സ്യരൂപമെന്നോ ഗഗനചാരികളായ അപ്സരസ്സുകളെന്നോ യക്ഷഗന്ധർവന്മാരെന്നോ ഒക്കെ തോന്നിപ്പിക്കുന്ന പ്രഭാത്മക രൂപങ്ങൾ. കഥകളുടെ സരിത് സാഗരമാണ് കടൽ നടുവിലെ ഈ ഗുഹാന്തരം. കഥാപരിസരം രൂപപ്പെട്ടത് ഗുഹയ്ക്കുള്ളിലെ പ്രകൃതിയുടെ കരവിരുതിൽ നിന്നാണ്. പണ്ട് ഡ്രാഗൺ രാജകുമാരനും മെയ് എന്ന ഡ്രാഗൺ രാജകുമാരിയുമായുള്ള വിവാഹ മാമാങ്കം ഇതിനുള്ളിൽ നടന്നത്രേ. ദൈവങ്ങൾ, വ്യാളികൾ, പെരുമ്പാമ്പുകൾ, ഭീമാകാരന്മാരായ ഗരുഡന്മാർ, യക്ഷഗന്ധർവന്മാർ എന്നിങ്ങനെ അതിഥികളുടെ തിരത്തള്ളൽ. പുരാവൃത്തങ്ങളുടെ മാസ്മരികതയിലൂടെ നോക്കിയാൽ ഇവയെല്ലാം ഗുഹയ്ക്കുള്ളിൽ ഉറഞ്ഞുപോയതായി തോന്നും. ഡ്രാഗൺ രാജദമ്പതികൾക്ക് 100 സന്താനങ്ങളുണ്ടായെന്നും അവരാണ് ഹാലോങ് ഉൾക്കടലിനെയും അവിടുത്തെ ദ്വീപുകളെയും ഇന്നും കാക്കുന്നതെന്നുമാണ് കഥ. കഥ കാലാന്തരത്തിൽ ഉറച്ചുപോയതുപോലെയാണ് ഗുഹയ്ക്കുള്ളിലെ രൂപങ്ങളുടെ ലാവണ്യ ഭദ്രത. പ്രകൃതി പെരുന്തച്ഛന് പുരാവൃത്തം ചാർത്തിക്കൊടുത്ത കഥ ഇങ്ങനെയാണെങ്കിലും ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. സഹസ്രാബ്ദങ്ങളായി ചുണ്ണാമ്പ് പാറകളെ അലിയിച്ച് ഒലിച്ചിറങ്ങുന്ന വെള്ളം വായുവുമായുള്ള രാസപ്രവർത്തനം മൂലം കാൽസ്യം കാർബണേറ്റ് കണികകളായി ഉറഞ്ഞുകൂടുന്നതാണ് ഈ ശില്പങ്ങൾ. മുകൾ തട്ടിൽ നിന്ന് ഒലിച്ചിറങ്ങി ഘനീഭവിക്കുന്നതിനെ സ്റ്റാലാക്രൈറ്റ് എന്നും, മേലാപ്പിൽ നിന്നും താഴെ വീണ് പുറ്റായി രൂപപ്പെടുന്നതിനെ സ്റ്റാലാഗ്മൈറ്റ് എന്നും ശാസ്ത്രലോകം വിളിക്കുന്നു. അടുത്ത കാലം വരെ ഈ സ്വർഗീയ രാജധാനി കാനനഗർഭങ്ങളിൽ ആരും അറിയാതെ വിസ്മൃതിയിൽ ആണ്ടുകിടക്കുകയായിരുന്നു. തലമുറകൾ കാതോട് കാതോരം പറഞ്ഞു വന്ന കഥകളിൽ മാത്രമായിരുന്നു തിയൻ കിങ് ഗുഹ നിലനിന്നിരുന്നത്. 1993 കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ചില മീൻപിടുത്തക്കാർ ഈ ഗുഹാമുഖത്ത് അഭയം തേടി. അവരാണ് കഥയുടെ ഈറ്റില്ലത്തെ മാലോകർക്കായി തുറന്നുകൊടുത്തത്. സദാ തണുത്ത കടൽക്കാറ്റ് വീശിയടിക്കുന്ന ഗുഹയ്ക്കുള്ളിൽ 10,000 ചതുരശ്ര മീറ്റർ ചുറ്റിക്കാണാനുണ്ട്. ഉയർന്ന മേലാപ്പിനെ താങ്ങി നിർത്തുന്ന അതിബൃഹത്തായ 4 മഹാസ്തംഭങ്ങൾ, സ്വർലോകത്ത് നിന്ന് ഇറ്റുവീഴുന്ന ജലവും കാലവും കൊത്തിയൊരുക്കിയ ശില്പങ്ങൾ, സ്റ്റാർലക്ടൈറ്റ്സും സ്റ്റാൽഗമൈറ്റ്സും ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു നാളത്തെ കഥകളുടെ ഭൂമികയാവാൻ. തിയൻ കുങ്ങിന്റെ ഇരുളടഞ്ഞ ഉള്ളറകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മാനത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന കടൽ തുരുത്തുകൾക്കിടയിൽ ഹാലോങ് ഉൾക്കടൽ ഇന്ദ്രനീലിമയാർന്നു കിടക്കുന്നു. പ്രകൃതിയുടെ കരവിരുത് ഭൂഗർഭത്തിൽ മാത്രമല്ല പുറത്തും കമനീയമായി നിറഞ്ഞു നിൽക്കുന്നു. വിയറ്റ്നാമീസ് കഥകളിൽ ആണ്ടിറങ്ങി ഈ മാന്ത്രിക ലോകം കണ്ടുമടങ്ങുക.